മുടി ഒട്ടണ പ്രശ്നം, സോപ്പ് പതിയുള്ള പ്രശ്നം, വെള്ള സ്കെയിലിങ്, ബാക്ടീരിയ, കുടിക്കാൻ വെള്ളത്തിന് ബുദ്ധിമുട്ട് എന്തുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. എന്തായാലും വിളിക്കണം. അവനാകെ 21 വയസ്സായിട്ടുള്ളൂ. ഇത് ഇന്നങ്ങാന് ഈ നൂറ്റാണ്ടിലെങ്ങാനും ഇത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യോ? സാൻഡ് മീഡിയ. സാൻഡ് മീഡിയ നമ്മള് പച്ച മലയാളത്തിൽ കല്ലും കട്ടയ്ക്കെന്ന് പറയും. ഇപ്പൊ അവിടെ ഉള്ളതാണോ കുറച്ച് ചെളീനെ ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഫിൽറ്റർ ചെയ്ത വെള്ളത്തോണ്ടല്ലോ കഴുകണം, ടാപ്പിലെ വെള്ളത്തോണ്ടല്ലോ കഴുകണം. അങ്ങനെ വെള്ളം കഴുകിയത് ഇതിൽ നിൽക്കണമെങ്കിൽ ഇതിൽ വീണ്ടും ബാക്ടീരിയ വളരും. അങ്ങനെയൊക്കെ നോക്കിണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു മാസമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു മാസത്തിലൊരിക്കൽ തന്നെത്താൻ ബാക്ക് വാഷ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇതിന്റെ ഉള്ളിൽ നിന്ന് അറിയണ ചെളിയില്ലേ, ആ ചെളീനെ കളയാം. 10 മിനിറ്റ് കൃത്യം വാച്ചിലേക്ക് നോക്കി നിൽക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ നീങ്ങിപ്പോയി അത് മറക്കും. നമ്മളുടെ വീടിന്റെ റിനോവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷം ആവാറായിട്ടുണ്ട്. അപ്പൊ തൊട്ട് ഇവിടെ ഇങ്ങനെ 4 കുറ്റികൾ നിരന്നിരിക്കണം. നമ്മളിവിടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഇത്രയ്ക്കധികം കുറ്റികളുടെ ആവശ്യമില്ല. ഇതിവിടെ നമ്മുടെ പണ്ടത്തെയായിരുന്നു. പണ്ടത്തെ മാറ്റിയിട്ട് പുതിയത് വെച്ചതാണ് ഇത് രണ്ടും. അതായത് ഇത് വെള്ളം ടാങ്കിലേക്ക് പോണ വഴിക്ക് ഇതിൽ കൂടെ ശുദ്ധീകരിച്ച് പോവും. ഇനി ഇതിൽ പെടാണ്ട് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരുന്ന സപ്ലൈയിലേക്ക് വരുന്ന വഴിയിലാണ് ഇത് വെച്ചാണത്, ഇതിൽ തടയും. അങ്ങനെ അപ്പം ഇത് 2 എണ്ണം മുന്നത്തെയാണ്. അപ്പം ഈ മുന്നത്തെ നമ്മൾ എന്തുകൊണ്ട് അവിടെ തന്നെ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ വീട്ടിൽ സാധാരണ കിണറാണ്, ബോർവെല്ലല്ല. പക്ഷെ സാധാരണ കിണറായാലും നിറയെ കരടുകൾ വരും. സാധാരണ കിണറുള്ളവർക്ക് അറിയാം, 2-3 മാസം കൂടുമ്പോൾ നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യേണ്ടി വരും, ടാങ്കിൽ അഴുക്ക് നിറഞ്ഞിട്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. ടാങ്ക് 2 നില കഴിഞ്ഞിട്ട്, അതായത് അടിയിലത്തെ നില ഞങ്ങളുടെ ഗോഡൗൺ ആണല്ലോ, അച്ഛൻ്റെ വർക്ക്ഷോപ്പ്. മുകളിലത്തെ നില വീട്, അതിൻ്റെ മുകളിൽ കോണി റൂം. ആ കോണി റൂമിൻ്റെ മുകളിലാണ് ടാങ്ക് ഇരിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അച്ഛൻ ടാങ്ക് ക്ലീൻ ചെയ്യണത്. അപ്പോൾ അച്ഛനിപ്പോൾ വയ്യാണ്ടായി തുടങ്ങി. ഇപ്പോഴല്ല കേട്ടാ, മുന്നേ. അപ്പോൾ ഇത് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് അപ്പോൾ ഇവൻ പറഞ്ഞു കൊണ്ടുപോകാന്ന് പറഞ്ഞു. ധനീഷാണ് കേട്ടത്, ധനീഷിനെ അറിയില്ലേ. അപ്പോൾ ധനീഷ് പറഞ്ഞു ഇത് നമുക്ക് ഇതിലത്തെ ഇപ്പം ഉള്ള സാധനം ഇതിലുള്ളത് കളഞ്ഞിട്ട് പുതിയ ഓട്ടോമാറ്റിക് വാൽവ് ഉള്ളിൽ നിറയ്ക്കണത്, പുതിയ മീഡിയം നിറച്ചിട്ട് നല്ലത് നിറച്ചിട്ട് ഇതിൽ അഴുക്കുണ്ടാവുമല്ലോ, അത് നിറച്ചിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ എത്ര 3 കൊല്ലം പറയട്ടാ. ഓട്ടോമാറ്റിക് വാൽവോ? ഓട്ടോമാറ്റിക് വാൽവ്. അതായത് ഓട്ടോമാറ്റിക് കട്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക് വാഷ് ചെയ്യണത് ഓട്ടോമാറ്റിക് വെക്കണ്ട അതല്ലേ പറഞ്ഞേ? അല്ല, വാട്ടർ ലെവല് അതിന് സിമ്പിൾ അല്ലേ? ഇത് ഓട്ടോമാറ്റിക് വാൽവ് അല്ലേ വെക്കണ നമ്മള് അവിടെ. അപ്പൊ മറ്റേത് വെക്കണില്ലേ വാട്ടർ ലെവൽ? അത് സെറ്റ് ചെയ്യും ഇവിടെ മുൻപ്. അത് മതി. അപ്പൊ ഓട്ടോമാറ്റിക് വാൽവും വാൽവ് വെക്കുന്നുണ്ട്. എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ, അത് ഞാനിത് ഇപ്പോഴാണ് കേൾക്കണേ. ഫുൾ ഓട്ടോമാറ്റിക്. ഫുൾ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറും വെക്കുന്നുണ്ട്. അത് അവിടെ ടാങ്ക് നിറഞ്ഞു പോണത് ചിലപ്പോ കേക്കില്ല, അതിന്റെ മുകളിൽ കേക്കില്ല. ഒരു സൗണ്ട് വരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഭയങ്കര വീടുകളല്ലേ? അല്ല, സൗണ്ട് പുറത്തുനിന്ന് കേൾക്കണത് അതിന്റെ അടിയിൽ കൂടെ വരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണ് വലിയ ഫിഷ് ടാങ്ക് വെച്ചത്, അടച്ചു. അപ്പൊ വെള്ളം നിറയണത് അറിയില്ല. അപ്പൊ ഒരു 10 മിനിറ്റ് ഇവര് വാച്ചിൽ നോക്കി നിൽക്കും. 10 മിനിറ്റ് ആകുമ്പോ നിറഞ്ഞാലും അതന്നെ. അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ നാളായിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇവൻ എന്തൊരു ചെയ്യുന്ന ഇടയ്ക്ക് എനിക്ക് ഫോൺ വിളിക്കും, ചേച്ചിയുടെ വീട്ടില് ഇത് സാധനം വെക്കണ്ടേ? അപ്പൊ ഞാൻ വെക്കണം. നീ എന്നാ വരാ? ഞാൻ അടുത്ത ആഴ്ച വരാം. ശരി. പിന്നെ ഒരു 2 മാസത്തേക്ക് ഇവന്റെ ഒരു വിവരം ഉണ്ടാവില്ല. 2 മാസം കഴിയുമ്പോൾ വീണ്ടും ഫോൺ വിളിക്കും, ചേച്ചിയുടെ വീട്ടില് മറ്റേ സാധനം വെക്കണ്ടേ? വെക്കണം. അപ്പൊ എന്നാ നീ വരാ? ഞാൻ അടുത്ത ആഴ്ച വരാം. ഇതന്നെ 3 കൊല്ലായി ഇവന്റെ വെളിയും പറച്ചിലും കേട്ട് കഴിഞ്ഞാൽ ഞാനാണ് ഇതിന് തടസ്സം നിൽക്കണേന്ന് തോന്നും. ഇപ്പൊ വീണ്ടും കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് ഇതേ ചോദ്യം. അപ്പൊ ഞാൻ എന്തൊരു ചെയ്ത, നീ ഒരു ദിവസം പറയും. എപ്പോഴും പറയാ അടുത്ത ആഴ്ച എന്നാ പറയാറ്. നീ ഒരു ദിവസം പറയും, ആ ദിവസം നമുക്ക് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു. ശരി, വെള്ളിയാഴ്ച. അപ്പൊ അങ്ങനെ വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്. അപ്പൊ ഇവര് വന്നിട്ട് ഇപ്പൊ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലത്തെ സാധനങ്ങൾ കളഞ്ഞിട്ട് ഇത് 2 എണ്ണം വേണം വീട്ടില്. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോണെന്നിട്ടാ നിറച്ചുള്ളത് നമ്മുടെ മറ്റേ ബോർവെല്ലിൽ നിറച്ചുള്ള പ്യൂറോലൈറ്റ് എന്ന് പറയുന്ന മീഡിയ, അതുപോലെ തന്നെ കാർബൺ. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വെക്കണത് ടാങ്കിലേക്ക് പോണ വഴിയിലല്ലേ, അത് മതി. അപ്പൊ അങ്ങനെ ചെയ്യാൻ പോണ കേട്ടാ. അതാണ് ഇപ്പൊ ഇന്ന് ചെയ്യാൻ പോണത്. ഇവിടെ ചെയ്തോ തുടങ്ങിക്കോളൂ. അപ്പൊ ഓട്ടോമാറ്റിക് വാൽവ് വെക്കുമ്പോ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ വെക്കാൻ ആകെ നിസ്സാര സംഭവമല്ലുള്ളത്. തുറന്നു ഇവിടെ ശരിയാകുമ്പോ ഇല്ല, അത് ഇത് കൊണ്ടുവന്നുണ്ട് ടാർപ്പായ. അപ്പൊ ഇങ്ങനെയാ ചാക്കിയോ അത് മിറാക്കിൾ ഫ്രൂട്ടാ? അതിന്റെ ഉള്ളില് കൊറേ കല്ലും കട്ടയൊക്കെ നിറച്ചിട്ടുണ്ടല്ലോ. അല്ല, എന്തെന്ന് അതിന് പറയാ? സാൻഡ് മീഡിയ. സാൻഡ് മീഡിയ. നമ്മള് പച്ച മലയാളത്തിൽ കല്ലും കട്ടയ്ക്ക് എന്ന് പറയും.
ഏടാ തിരിച്ചു കൊടുക്കറ ഇടിച്ചന ഒറ്റയ്ക്കാ ഇവന് ജാതി ഒരു ചാക്കൊക്കെ ഇവനുണ്ടല്ലോ ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുവരും. ഇന്നലെ അത് വെള്ളം അത് പൊക്കി പിടിക്കുക അവിടെ. ഇന്നലെ ഇവന് എല്ലാ ചാക്കും ഒറ്റയ്ക്ക് എടുത്തിട്ട് വണ്ടിയിൽ കയറ്റി കൊടുക്കണം 50 കിലോന്റെ. അവ അവിടെ അടുത്ത ഇനി ഞാൻ ഇല്ലില്ല അവൻ അങ്ങനെയൊന്നും ഇല്ല. അവൻ 21 വയസ്സായിട്ടുള്ളൂ. 21 വയസ്സിന് ധാരാളം. അതന്നെ കണ്ടാ ഇത് കാർബൺ നിറച്ചു തരും. അതായത് മറ്റേ ക്ലോറിന്റെ ഇത് പോകാൻ വേണ്ടി വെച്ച സാധനം. ഹലോ ഹലോ പഴയത് വെക്കണോ അതോ ഇങ്ങനത്തെ പുതിയത് പറഞ്ഞ വെച്ചാൽ മതി അവിടെ? ഇത് മതി പഴയത് മതി. അവിടെ ഇപ്പൊ പുതിയത് വേണമെന്നൊന്നുമില്ല. ഇത് അവിടെ കൊണ്ടേക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പൊ തന്നെ അമ്മോട് പറഞ്ഞു ഇനിയിപ്പൊ വിഷമിക്കണ്ട, അവിടെ മറ്റേ ടാങ്ക് നിറഞ്ഞു പോണതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. ഒരു ദിവസം അവിടെ ആരെങ്കിലും റോട്ടിൽ കൂടെ പോണ ആള് വന്നിട്ട് കോളിംഗ് ബെല്ല് അടിച്ച് വിളിച്ചു പറഞ്ഞു. കാരണം ടാങ്ക് ഇങ്ങനെ സൈഡിൽ നിറഞ്ഞു പോയിട്ട് അതിങ്ങനെ ഒഴുകി 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 ഫ്രണ്ടിൽ കൂടെ പോയിട്ട് റോട്ടിലേക്ക് വെള്ളം ഒഴുകുക. അപ്പൊ ആരെങ്കിലും വന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് അറിഞ്ഞ ടാങ്ക് നിറഞ്ഞു പോണതേ അറിയണില്ല. അപ്പൊ ചേട്ടൻ നിർത്തിക്കോ. അപ്പൊ അങ്ങനെ പിന്നെ ഈ ടാങ്കില് അഴുക്ക് വരുന്നത് വേറെ. ഇന്നാളിപ്പം തൊട്ടുണ്ട് ടാങ്കിലേക്ക് അഴുക്ക് ഇതുപോലെ വന്നിട്ടേ കിണറ്റിന്ന് ഇങ്ങനെ മോട്ടർ അടിച്ച് എത്തി തന്നെ ആവുള്ളോ എന്തുട്ടോ ഒരു സാധനം ചീഞ്ഞിട്ട് അടുക്കളയില് പൊട്ടമണം. എന്നിട്ട് അച്ഛൻ ലാസ്റ്റ് ടാപ്പ് ഊരിയപ്പോഴാണ് അതിന്റെ ഉള്ളിൽ എന്തോ ഇരിക്കുന്നത് കറുത്തിട്ട് എന്തിട്ട് സാധനം മനസ്സിലാവില്ലേ. അത്ര വൃത്തിയായിട്ട സ്മെല്ല്. അപ്പോഴും അമ്മ ഇത് ഇന്നെങ്ങാന് ഈ നൂറ്റാണ്ടിലെങ്ങാനും ഇത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യോ ചോദിച്ചിട്ട് ടാങ്കില്. എന്നിട്ട് അച്ഛൻ അപ്പൊ നമ്മള് സാധാരണ കിണറ് ഉള്ളവര് വിചാരിക്കും ഇത് എന്തുട്ട് ഇതിന്റെയൊക്കെ ആവശ്യം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതാണ് നമുക്ക് ടാങ്ക് ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോ ക്ലീൻ ചെയ്യണ പണി പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഒരു 20,000 രൂപ 20,000 എന്ന് അവൻ പറയണു. പക്ഷെ നമ്മൾക്ക് അവ ഡിസ്കൗണ്ട് തരും ഇല്ലേ? അപ്പോ അത്ര പൈസ ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ഇത് നിറച്ചിട്ടേ അപ്പൊ ഇതിൽ കൂടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലൂടെ ഫിൽട്ടർ ചെയ്തിട്ടാവും ടാങ്കിലേക്ക് കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലൂടെ ഫിൽട്ടർ ചെയ്തിട്ടാവും ടാങ്കിലേക്ക് എത്താം. അപ്പൊ നല്ല ക്ലീൻ വെള്ളം ടാങ്കിലേക്ക് എത്തിയുള്ളൂ. അപ്പൊ ടാങ്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കഴുകണ്ട, നല്ല വെള്ളം നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ സാധാരണ കിണറുള്ളവർക്ക് ഇപ്പോൾ ഈ സാധാരണ കിണറായാലും പ്രത്യേകിച്ച് പാടത്തിന്റെ ഒക്കെ സൈഡിലുള്ളവര് അല്ലെങ്കിൽ അല്ലാത്തവരാണെങ്കിലും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോൾ വെള്ളം അടിയാവില്ല. അപ്പൊ ചേറ് അഴുക്കുണ്ടാവും. അപ്പൊ അഴുക്ക് വെള്ളം ചെളി വെള്ളം വരുമല്ലോ. അപ്പൊ അത് വരുന്നതിനും ഒക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാട്ടാ. അപ്പോ എന്തായാലും നമ്മൾ ഇനി വീട്ടിൽ പോവല്ലേ, ഇനി കണ്ണംകുളങ്ങരയ്ക്ക് പോവല്ലേ. അപ്പൊ ഞങ്ങൾ ഇനി കണ്ണംകുളങ്ങര ഇതിന്റെ ബാക്കി അവിടെ. ഇത് നമുക്ക് ആവശ്യമില്ല, എന്നാലും ഇതിന്റെ ഉള്ളിലത്തെ എടുത്തിട്ട് ഇവര് കൊണ്ടുപോവാണ്. അയ്യോ അത് കളയാം, എടുത്ത് കളയണു. അതെ, എടുത്ത് കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിച്ച് ഇതിന്റെ ഉള്ളിലത്തെ സാധനമല്ല കേട്ടാ, അതൊക്കെ മാറ്റും. ഈ സിലിണ്ടർ ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വെറുതെ സ്ഥലം മെനക്കെ എടുത്താൽ എന്തിനാ വെക്കണേ? ഏറ്റവും വില കൂടിയ സാധനം പ്യൂറോലൈറ്റ് അമേരിക്കന്ന് കൊണ്ടുവന്ന് ഇതിന്റെ ഉള്ളിൽ നിറച്ചേണ്ടതാ. നീ അന്ന് ഓസ്ട്രേലിയ നമ്മൾ ഇതിൽ നിറച്ചു കൊടുക്കുന്നതല്ലേ? ഓ ഇത് അമേരിക്ക അല്ലേ? ഇന്ത്യയിലത്തെ സാധനങ്ങളൊന്നുമില്ലേ? ഇന്ത്യയിലത്തെ സാധനം ഈ കാർബൺ മറച്ചെടുക്കുക. നമ്മൾ ഇങ്ങനത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാണ്ടിരിക്കരുത് ഒരിക്കലും. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ എന്ത് തന്നെയാലും ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷ് ചെയ്യാതിരുന്നിട്ട് പിന്നെ ഇതിന് കംപ്ലൈന്റ് വന്നിട്ട് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യും. അപ്പോൾ ഇപ്പം ഞായറാഴ്ച ചെയ്തതാണ് കേട്ടോ. എന്നാലും ഇത് കാണിച്ചത് ഇതിപ്പോൾ ടാങ്കിൽ നിന്നും വരുന്ന വഴിയിൽ വെച്ചിട്ടുള്ള ഫിൽറ്ററാണിത്. അപ്പോൾ ടാങ്കിലേക്ക് വെള്ളം വന്നിട്ട് ആ വെള്ളം തിരിച്ച് സപ്ലൈയിലേക്ക് വരുന്നതിന് മുന്നേ ഇതിൽ കൂടെ അരിച്ചിട്ടാണ് വരാം. അപ്പോൾ ഇതിൽ എന്തോരം ചെളി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് ഒന്ന് കാണിച്ചാൽ ഇപ്പോൾ ഞായറാഴ്ച ആക്കിയതാണ്. എല്ലാ ഞായറാഴ്ചകളിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ ഇവരുടെ വണ്ടിയിൽ നിറച്ചു. 2 സിലിണ്ടറും അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ നിറച്ചു. ഇതിലത്തെ ഒരെണ്ണമാണ് എൻ്റെ വീട്ടിലേക്ക് വേണ്ടോ. അതിനി ഇവർ കൊണ്ടുപോയിട്ട് കഴുകി കുട്ടപ്പനാക്കി കൊണ്ടുവരുന്നതാണ് പറയണേ. അപ്പം ഇന്നിനി ഇല്ല, ഇന്ന് പുച്ച് തിരിഞ്ഞേ. ഇതിനൊരു ദിവസം മൊത്തം വേണം. ഇതിൻ്റെ പൈപ്പ് വാൽവും അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഇതൊക്കെ മുളി കയറ്റണ്ടല്ലേ? ഇലക്ട്രിക് മറ്റേ ഫ്ലോട്ട് ഇടാൻ വേണ്ടിയുള്ളത് മാത്രമേ പണിയുള്ളൂ അവിടെ. അപ്പം അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ സിലിണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട്.
കഴുകി വൃത്തിയാക്കി പുതിയ അക്വാപ്രോന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും വൃത്തിയായിട്ടില്ല, എന്നാലും നീയല്ല പറഞ്ഞത് നല്ല സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ച് പുതിയത് കൊണ്ടുവരണ പോലെ ആവില്ലേ, പിന്നെ അവിടെയുള്ളതാണ് മനസ്സിലാവില്ലല്ലോ. അത് ശരി. അപ്പൊ അവിടെ ഉള്ളതാണ് കുറച്ച് ചെളീനെ ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പുതിയത് വെച്ചാൽ മതിയല്ലോ. അതന്നെ ഞാൻ ചോദിച്ചതല്ല. അപ്പൊ പുതിയത് വെക്കണ്ട, അത് മതി. വെറുതെ എന്തിനാ വേസ്റ്റ് ഇത് കളയണം, ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇതിൽ സാധനങ്ങളൊക്കെ നിറയ്ക്കാനായിട്ടുള്ളത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൽ നിറയ്ക്കാനുള്ള ഐറ്റംസ് ടെറസിന്റെ മുകളിലാണ് കേട്ടോ വെക്കണത്. ടെറസിന്റെ മുകളില് ഇതിപ്പോ എന്താ പറയാ, സെക്കൻഡ് ഫ്ലോറാ തേർഡ് ഫ്ലോറാ? സെക്കൻഡ്. ഇപ്പൊ ഏറ്റവും താഴ്ത്താൻ ഗ്രൗണ്ട് അല്ലേ, പിന്നെ വീട് ഫസ്റ്റ്, അതിന്റെ മേലെ. അപ്പൊ ഇതിന്റെയും മുകളിൽ ഇതേ കണ്ട, ഈ കോണി റൂമിന്റെ ആണിത്. അതിന്റെ മുകളിലാണ് ടാങ്ക് ഇരിക്കണേ കണ്ട. അതിന്റെ അടുത്തൊരു കസേര ഇട്ടേക്കണ കണ്ട. അതെന്തിനാന്നറിയോ, അച്ഛനടക്കെ ഈ കസേരമ്മ കേറി അച്ഛനൊന്ന് പേടിയാ വല്ലതൊക്കെ അതിന്റെ ഉള്ളിൽ കെടുക്കുന്നുണ്ടാവോന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഒരു കസേര അവിടെ സ്ഥിരമുണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇതുമേ കൂടെ കേറി അങ്ങനെ ചെയ്യാറ്. അപ്പൊ ആ ടാങ്കിലേക്ക് താഴത്തുനിന്ന് വെള്ളം വരണ പൈപ്പ് ഉണ്ട്. ആ പൈപ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇതിൽ കൂടെ വെള്ളം ഇനി മുതൽ ടാങ്കിലേക്ക് പോകും ശുദ്ധീകരിച്ചിട്ട്. അപ്പോ ഇത്രയും സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലത്തെ ഖരമാലിന്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാതും പോവും. പിന്നെ ഡിസോൾവ്ഡ് ആയിട്ടുള്ള മാലിന്യങ്ങൾ എന്തായാലും സാധാരണ കിണറിൽ ഉണ്ടാവില്ല, ബോർവെൽ വാട്ടറിലാണ് ഉണ്ടാവുക. അപ്പോ പിന്നെ ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞത് ഇത് ടൗൺ അല്ലേ. ടൗൺ എന്ന് പറഞ്ഞാൽ തൊട്ട് വീടുകളാണ്. നോക്കി കഴിഞ്ഞാൽ കാണാം, ഫ്രണ്ടിൽ ഒരു ഫ്ലാറ്റ്, ബാക്കിലും ഫ്ലാറ്റുകളാണ്. അതൊക്കെ ഫ്ലാറ്റുകളാണ്. അപ്പോ ഈ തൊട്ട് വീടുകളാകുമ്പോഴത്തെ പ്രശ്നം അറിയില്ല. എങ്ങനെയായാലും വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ, ഈക്കോളി ബാക്ടീരിയ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. അത് കളയാനായിട്ട് ഉള്ള ഒരു സാധനമാണ് ഇത്. ഇതിപ്പോ കൊണ്ടുവന്നത്, അതിനെ കുറിച്ച് നീ തന്നെ പറഞ്ഞു. ഇത് ബ്രാൻഡ് നെയിമാണ് ഡോക്ടർ ക്ലോറോ. ഇത് നമ്മുടെ ക്ലോറിൻ ഡയോക്സൈഡ് ആണ്. ഇതൊരു പൗഡറാണ്. ഇതുകൊണ്ട് ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഇത് കൂടുതൽ വെള്ളത്തിന് ബാക്ടീരിയനെ കളയാൻ പറ്റും. ഇത്ര നാളും ക്ലോറിനും അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെയല്ലോ ഉപയോഗിക്കുന്നത്. ഇത് ബ്ലീച്ചിങ് പൗഡർ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ വില എന്ന് പറയുന്നത് 175 രൂപയാണ്. ഇതെല്ലാ ഷോപ്പുകളിലും ആൾക്കാർക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ കൊടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങളുടെ അടുത്തുണ്ട് ഇത്. പിന്നെ ഞങ്ങൾ കുറെ ഡീലർമാർ അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പൊ അത് സ്മെല്ല് ഇതിൽ പൊട്ടിച്ച് ഒഴിക്കണം. ആദ്യം ഇങ്ങനത്തെ ഒരു കുപ്പി എടുക്കുക. ആ കുപ്പിയിൽ ഇത്ര വെള്ളം നിറയ്ക്കുക. എന്നിട്ട് ശ്രദ്ധിച്ചൊന്ന് മാറണം. അത് ശ്വസിച്ചാലേ എന്നിട്ട് ഇത് കലക്കിയിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. ഇതുകൊണ്ട് 25,000 ലിറ്റർ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഈ ചെറിയൊരു പാക്കറ്റ് ഉണ്ട്. അപ്പൊ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് കിണറിൽ ഒഴിക്കുക. അപ്പൊ വെള്ളം കുറവല്ല, കുറച്ച് കിണറിൽ ഒഴിക്കുക. കിണറിലേക്ക് നേരിട്ട് ഒഴിക്കുക. പിന്നെ നമ്മൾ ക്ലോറിൻ ഡോസ് ചെയ്യണമെങ്കിൽ ഡോസ് ചെയ്യാം. അപ്പൊ ഇതില് സ്മെല്ല് അങ്ങനെ ഇതിപ്പോ കലക്കുമ്പോഴുള്ള സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മള് ബ്ലീച്ചിങ് പൗഡർ ഒഴിച്ചാൽ വെള്ളത്തിൽ ക്ലോറിൻ ചേർക്കണ പോലെ അല്ല. ക്ലോറിൻ ചേർക്കുമ്പോ സ്മെല്ല് ഉണ്ടാവില്ല വെള്ളത്തിന്. ഇത് വെള്ളത്തില് ഇത് ക്ലോറിനേക്കാളും എഫക്റ്റീവ് ആണ്. ഇത് ശരിക്കും ഒരു ഗ്യാസ് ആണിത്. അപ്പൊ ഇത് വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് പോവും. ഇത് രാത്രി ആവുമ്പോൾ ഒഴിക്കാൻ പാടുള്ളൂ. രാത്രി ആവുമ്പോ ഇവിടത്തെ വെള്ളത്തിൽ ഒഴിക്കാം. ഇവിടെ സൂര്യപ്രകാശം അടിക്കുന്ന കിണറല്ലല്ലോ. സൂര്യപ്രകാശം അടിച്ചാൽ ഇതിന്റെ ക്വാളിറ്റി പോവും. നമ്മുടെ കിണറ് ഇതാണ് കേട്ടോ. നമ്മുടെ കിണറ് ഇതാണ് കിണറ്. ഇതിന്റെ നേരെ അടിഭാഗമാണ്. കിണറ്റിലേക്ക് സൂര്യപ്രകാശം അടിക്കണം എന്ന് പറഞ്ഞിട്ട് കിണറിന്റെ മേലെ നമ്മള് വാർത്തിൽ കിണർ ശരിക്കും വീടിന്റെ ഉള്ളിൽ വരും. അപ്പോ അത് നേരെ വാർക്കാണ്ട് അവിടെ ഗ്യാപ്പ് ഇട്ട് അതിന്റെ അതേപോലെ തന്നെ മുകളിലേക്കും വെച്ചിട്ട് ഇങ്ങനെ ഇത് തുറന്നിട്ടേക്കായിരുന്നു, വെളിച്ചം അതിലേക്ക് അടിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിന്നെ മനസ്സിലായി പ്രാവും ഇതൊക്കെ വന്ന് കാക്കകളൊക്കെ വന്ന് ഇതിന്റെ മേലെ വന്ന് ഇടുക്കി കാഷ്ടിക്കും. അപ്പൊ അത് കാരണം ഇത് അടച്ചു. ഇതിന്റെ ഒരു സാധനം വെച്ച് അടച്ചു. പിന്നെ ആണെങ്കിൽ വീടിന്റെ ഉള്ളിലാണെങ്കിൽ കറക്റ്റ് അത് തുറന്നു കിടക്കണോടത്ത് ഇപ്പൊ അത് ഫിഷ് ടാങ്ക് ആക്കി. ഇതിങ്ങനെ അരമണിക്കൂർ വെക്കണം. അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇത് കുറേശ്ശെ ഒഴിച്ചാൽ മതി. ഫുള്ളായിട്ട് ഒഴിക്കണ്ട. ഫുള്ളായിട്ട് ഒഴിക്കണമെങ്കിൽ അത്രയും വെള്ളം ഉണ്ടായിരിക്കണം. 25,000 ലിറ്റർ വെള്ളം ഉണ്ടായിരിക്കണം. ഇത് 25,000 വെള്ളം ഉണ്ട്. അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഒഴിക്കാം. ഒരു ദിവസം ഉപയോഗിക്കാം. അന്ന് രാത്രി ഒഴിച്ചാൽ രാവിലെ ഉപയോഗിക്കാം. ബ്ലീച്ചിങ് പൗഡറിന്റെ പോലത്തെ മണോ ക്ലോറിന്റെ പോലത്തെ മണോ വെള്ളത്തിൽ നമ്മൾ എടുക്കുമ്പോ ഉണ്ടാവില്ല. ബാക്ടീരിയ പോവും. ക്ലോറിനേക്കാൾ എഫക്റ്റീവ് ആയിട്ട് ഫിൽറ്റർ ഉണ്ട്. അല്ല, ഇത് കുളിക്കുമ്പോഴൊക്കെ ഉള്ള പ്രശ്നം ബാക്ടീരിയ കുളിക്കുമ്പോഴൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയില്ല. പിന്നെ വായ കഴുകുമ്പോഴൊക്കെ ബാക്ടീരിയ പോവില്ല. അപ്പൊ ഇത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് അപ്പൊ ഇന്നിപ്പോ ഇത്തിരി ഒഴിച്ചു. പിന്നെ നാളെയാണോ ബാക്കി ഒഴിക്കാം? 25,000 ലിറ്റർ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഒഴിക്കാം.
അല്ല 25 ലിറ്റർ വെള്ളം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്കിപ്പോ എങ്ങനെ അറിയാം അത് ഇതില് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലെഴുതലല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ വെള്ളം എത്ര ഉണ്ടോന്നുള്ളത് ഒരു എങ്ങനെയെങ്കിലും ഒന്ന് അളന്ന് നോക്കേണ്ടി വരും. ഇത്ര ലിറ്റർ വെള്ളത്തിന് ഇത്ര ലിറ്റർ എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്താ ചെയ്യണ്ട എന്തൊട്ടുള്ള വിചാരം ഇത് തിരിച്ച ടാങ്കിലേക്ക് ചേർത്ത് അങ്ങനെ ചെയ്യാ, അല്ലെങ്കിൽ ഈ ഫിൽറ്ററിൽ ഇപ്പൊ നിറയ്ക്കണില്ലേ അതില് ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് ഡോസിംഗ് പമ്പ് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തിരിച്ച് ഡോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെയെങ്കിലും ചെയ്യാനൊക്കെ പറ്റും. അത് അത്രയധികം ബാക്ടീരിയ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്ടീരിയ ഒഴിവാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡോസ് ചെയ്യാം. പക്ഷെ അച്ഛൻ ഇന്നാള് വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തപ്പോ അഴുക്കുകളും ഇല്ല, ബാക്ടീരിയ ഉണ്ടോ? ബാക്ടീരിയ ഉണ്ട്. ഈ പറഞ്ഞ സാധനം ഈ കോളിഫോം ബാക്ടീരിയ ഉണ്ട്. കുടിക്കാൻ മാത്രമല്ല. പക്ഷെ RO UVയുടെ UV ലാമ്പും അതൊക്കെ കറക്റ്റ് ആയിട്ട് മാറിയില്ലെങ്കിൽ വർഷത്തിൽ മാറിയില്ലെങ്കിൽ ആ ബാക്ടീരിയ വീണ്ടും കടന്നു വരും കേട്ടോ. പിന്നെ നമ്മളിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോ വെള്ളം കുടിക്കാനായിട്ട് എടുക്കണ ഈ ബോട്ടിൽ നമ്മൾ സാധാരണ ഈ ഫിൽറ്റർ ചെയ്ത വെള്ളത്തോണ്ടല്ലോ കഴുകണേ, ടാപ്പിലെ വെള്ളത്തോണ്ടല്ലോ കഴുകണേ. അങ്ങനെ വെള്ളം കഴുകിയത് ഇതിൽ നിൽക്കണ്ടെങ്കിൽ ഇതിൽ വീണ്ടും ബാക്ടീരിയ വളരില്ലേ? എന്തായാലും അങ്ങനെ ബാക്ടീരിയ ഉണ്ടാവും. അങ്ങനെയൊക്കെ നോക്കിണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ശരി, നമുക്ക് പണി തുടങ്ങാം. ഇതവിടെ ഇരിക്കട്ടെ. ആദ്യത്തെ വലിപ്പമുള്ള കല്ലുകൾ ഇടുന്നു. ഇതിന്റെ ഉള്ളിൽ ഒരു സാധനങ്ങളൊക്കെ നിറക്കല് കഴിഞ്ഞിട്ട് ഇവരിതേ വേറൊരു സാധനം ഇതിന്റെ മുകളിൽ വെച്ചു. അത് ഞാൻ കണ്ടില്ല വെക്കണത്. ഇവര് പറയണ്ട വെക്കുമ്പോ ഇതെന്തൊരു സാധനം? ഓട്ടോമാറ്റിക് വാൽവ്. അപ്പൊ ഓട്ടോമാറ്റിക് വാൽവ് ആവുമ്പോ ഇതില് ചെളി മുഴുവൻ തനിയെ ബാക്ക് വാഷ് ചെയ്ത് പൊക്കോളും. ഇതിൽ നമ്മള് ടൈം സെറ്റ് ചെയ്ത് വെക്കുക ചെളിക്ക് അനുസരിച്ചിട്ട്. അപ്പൊ അത്യാവശ്യമൊക്കെ നല്ല ചെളി ഉണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ മതിയാവും. ഇവിടെ 2-3 ആഴ്ച കൂടുമ്പോൾ മതിയാവും. ഇവിടെ അത്രയ്ക്കൊന്നും, അല്ലെങ്കിൽ ഒരു മാസമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു മാസത്തിലൊരിക്കൽ തന്നെത്താൻ ബാക്ക് വാഷ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇതിന്റെ ഉള്ളിൽ നിന്ന് അറിയണ ചെളിയില്ലേ, ആ ചെളീനെ കളയാം. ഇതൊരു അരിപ്പിയായിട്ടുള്ള വർക്ക് ചെയ്യണേ. അപ്പൊ ഇതിൽ കൂടെ വെള്ളം പോകുമ്പോൾ വെള്ളത്തിലുള്ള ചെളി മുഴുവൻ ഇതിലരിച്ച് ഈ ചെളി ഇതിൽ സ്റ്റോക്ക് ചെയ്യും. പക്ഷെ കുറെ നാൾ കൂടുമ്പോൾ നമ്മൾ ഈ ചെളി ഇതിലത്തെ കളയണം. അപ്പൊ ആ കളയണ ആ പ്രക്രിയനെ പറയുന്ന പേരാണ് ബാക്ക് വാഷിങ്. അത് നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്നുള്ള ഈസിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഞാൻ ചെയ്യും ആഴ്ചയിലൊരിക്കൽ. അപ്പൊ ഈ സാധനം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഓർത്തില്ലെങ്കിലും ഇത് തന്നെയെ ആ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലത്തെ വെള്ളത്തിലത്തെ അഴുക്കനുസരിച്ചിട്ട് ഇതിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെത്താൻ ബാക്ക് വാഷ് ചെയ്ത് പൊക്കോളും. ഇവിടെ ഇപ്പൊ സാധാരണ കിണറായതുകൊണ്ട് വലിയ ചെളിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ മാസത്തിലൊരിക്കലെങ്ങാനും ഇത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ബാക്ക് വാഷ് ചെയ്ത് പൊക്കോളും. നമ്മുടെ ടാങ്കില് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറും കൂടി വെക്കുന്നുണ്ട്. അതിന് 5000 രൂപയ്ക്കുള്ളതുകൊണ്ട് അല്ലേ? അല്ല, ഇത് നമ്മൾ കൺട്രോൾ പാനല്, അതിന്റെ കൺട്രോൾ പാനലാണ്. അതും ഇതും കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനലാണ്. മോട്ടോർ ഓൺ ആവാനുള്ളത് ഒക്കെ കൂടി ആ കൺട്രോൾ പാനലാണ് കൺട്രോൾ ചെയ്യണം. വാട്ടർ ലെവൽ കൺട്രോളർ മാത്രം ആർക്കെങ്കിലും വെക്കണം എന്ന് വിചാരിക്കും. അതിന് 3500 രൂപ തൊട്ട് 3500 രൂപയൊക്കെ വെച്ച് ഉണ്ട് കേട്ടാ. എന്റെ വീട്ടിലുള്ളത് 3500 രൂപയുടെ. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെത്താൻ വെള്ളം കഴിയുമ്പോ തന്നെ മോട്ടോർ ഓൺ ആയിട്ട് വെള്ളം നിറയുമ്പോ തന്നെ മോട്ടോർ ഓഫ് ആവും. അപ്പൊ ആ ഒരു സാധനം അതും കൂടി ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വെള്ളം നിറഞ്ഞു പോണത് അറിയില്ല, ഉള്ളിലേക്ക് സൗണ്ട് കേൾക്കില്ല വെള്ളം നിറഞ്ഞു പോണത് നിക്കണത്. അപ്പൊ നമ്മള് അന്ന് വന്നിട്ട് പോയി, പിന്നെ ഞങ്ങള് വന്നില്ല. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് ധനീഷിന്റെ പിള്ളേരും ഇലക്ട്രീഷ്യനും ഒക്കെ കൂടി വന്നിട്ട് ഇത് കംപ്ലീറ്റ് ഇതിന്റെ പണി കഴിഞ്ഞ് കണ്ടാ. ഇത് ഓട്ടോമാറ്റിക് ബാക്ക് വാഷിംഗ് സിസ്റ്റം വെച്ചു. പിന്നെ അതുപോലെ നമ്മുടെ ടാങ്കിൽ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളറും ഒക്കെ വെച്ചു. അപ്പം അത് കാരണം കൊണ്ട് ഇവിടെ അമ്മ നിൽക്കുന്നുണ്ട്. അല്ല, വാട്ടർ ലെവൽ കൺട്രോളർ വെച്ച കാരണമുണ്ടേ. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ട് രാത്രി ഒരു 10 മിനിറ്റ് സമയം മോട്ടർ അടിക്കും. 10 മിനിറ്റ് കൃത്യം വാച്ചിലേക്ക് നോക്കി നിൽക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ നീങ്ങിപ്പോയി അത് മറക്കും. ടാങ്ക് നിറഞ്ഞു പോകണിട്ട് അറിയൂല. അങ്ങനെ എപ്പോഴും നിത്യസംഭവം ആയപ്പോഴാണ് നമ്മൾ വൈകുന്നേരം എല്ലാ ദിവസവും ടാങ്ക് ആരെങ്കിലും അമ്മയാ ചക്കരയോ ആരെങ്കിലും ഓർക്കും. എന്നിട്ട് മോട്ടർ അടിച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫാക്കിയിടും. ടാങ്ക് നിറഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും ഓഫാക്കിയിടും. ടാങ്ക് നിറഞ്ഞു പോണത് സൗണ്ടൊന്നും കേൾക്കില്ല, അറിയാത്ത കാരണമുണ്ട്. അപ്പം ഇപ്പം ആ പ്രശ്നം തീർന്നു. ഇപ്പം 2 ആഴ്ചയോളമായിട്ടാ ഇത് വെച്ചിട്ട്.
നമ്മൾ പിന്നെ ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ വന്നതെന്ന് മാത്രം, ഇതിന്റെ കഴിഞ്ഞത് എല്ലാതും. അപ്പൊ ഇപ്പൊ മോട്ടർ അടിക്കണ ഒരു പ്രശ്നമില്ല. ഇല്ല, മോട്ടർ അടിക്കണ്ട, നിർത്തണ്ട, തന്നെ നിറഞ്ഞോളൂ. അതന്നെ, ശ്രദ്ധിക്കണ്ട. ഇനിയിപ്പോ എന്തിട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു മാസത്തേക്ക് ഓട്ടോമാറ്റിക് ബാക്ക് വാഷിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഒരു മാസത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇവിടെ സാധാ കിണർ വെള്ളം ആയതുകൊണ്ട് അധികം അഴുക്കൊന്നും വരാത്ത കാരണം ഒരു മാസത്തേക്കാണ് സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ കൃത്യം ഒരു മാസം ആകുമ്പോൾ തന്നെ ഇത് ഓണാവും, തന്നെത്താൻ ബാക്ക് വാഷ് ചെയ്ത് ഇതിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ചെളിയൊക്കെ പോവും. അങ്ങനെയാണ് ആക്കി വെച്ചത് അല്ലേ. ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഫിൽറ്റർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ വീട്ടിൽ വെച്ചുള്ളത് മാനുവൽ ആയിട്ടുള്ള വാൽവാണ്. അത് സരിതയ്ക്ക് തന്നെ ബാക്ക് വാഷ് ചെയ്യണം. ഇതാവുമ്പോ പ്രായം കൂടിയവർക്ക് വന്നിട്ട് ബാക്ക് വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള വീടുകളിലും അച്ഛനമ്മമാര് മാത്രം, വയസ്സായവർ മാത്രമുള്ളവർ, മക്കളൊക്കെ പുറത്തുള്ളവരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർ വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വെച്ചാൽ മതി. കാരണം റേറ്റ് കൂടുതൽ വരും. അതിപ്പോ എങ്ങനെയും നമുക്ക് ഊഹിക്കാലോ, ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വരുമ്പോ എങ്ങനെയും പൈസ കൂടും. പക്ഷെ എന്തിട്ട് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് പലപ്പോഴും ധനീഷിന് ഈ സാധനം കംപ്ലൈന്റ് വന്നിട്ട് ചെല്ലുമ്പോ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ബാക്ക് വാഷ് ചെയ്യാണ്ട് ഇരുന്ന് അഴുക്കുന്ന ലേഡീസ് ഒക്കെ ആകുമ്പോ അവര് നോക്കാനില്ല, അവർക്ക് വെള്ളം നല്ല കിട്ടിയാൽ മതി. അവസാനം കംപ്ലൈന്റ് വരുമ്പോഴായിരിക്കും നമ്മളെ വിളിക്കുക. അപ്പൊ ചെല്ലുമ്പോ അവര് തൊട്ടിട്ടുണ്ടാവില്ല. 3 ഫിറ്റ് ചെയ്തിട്ട് 3 മാസമൊക്കെ ആയിട്ട് ചെയ്യാണ്ടിരിക്കുന്ന വീട്ടുകാരുണ്ട്. അല്ലമ്മേ, മാനുവലി ചെയ്യണം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തിട്ട് ഇവര് പോരും. ചെളിവെള്ളമായിരിക്കും, ഭയങ്കര ചെളിവെള്ളത്തിലാണല്ലോ അത് വെക്കാൻ തരും. ഇവിടത്തെ പോലെ അത്രയും ഇവിടെ പിന്നെ നല്ല വെള്ളം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടുന്ന ചെളി മുഴുവൻ നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് കളയണം. ആഴ്ചയില് കലക്കവെള്ളമൊക്കെ ആണെങ്കിൽ എന്തായാലും ആഴ്ചയിൽ കളയണം. അല്ലെന്നുണ്ടെങ്കിൽ ചില വീടുകളിലൊക്കെ ഡെയിലി കളയേണ്ട അത്രയും കലക്കവെള്ളമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതാരും ചെയ്യാണ്ട് 3 മാസമൊക്കെ ചെയ്യാണ്ടിരിക്കുമ്പോഴേ ഇതില് അടയും. മോട്ടറിൽ വെക്കണതിനാണ് കൂടുതൽ മറന്നു പോവാ. മോട്ടറിൽ വെക്കണതിന് നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന രീതിയിൽ വെക്കുമ്പോ വെള്ളം ഫോഴ്സ് കുറയുമ്പോ എന്തായാലും ചെയ്യും. ഇത് പിന്നെ ഇത് കാശ് മുടക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ സാധാരണ വാൽവ് എന്ന് പറയുമ്പോൾ മാനുവലായിട്ട് ചെയ്യണം. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. ടാങ്കും ഓട്ടോമാറ്റിക് ആയിട്ട് നിറയും. അങ്ങനെയുള്ള ഒക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് സാധനങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇത് ചെയ്യണമെന്നില്ലേ, അപ്പൊ ഇത് വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മാസങ്ങൾ കൂടുമ്പോൾ നമുക്ക് ടാങ്ക് കഴുകണ ഒരു ബുദ്ധിമുട്ട് വരും. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വെള്ളം വറ്റി തുടങ്ങാൻ പോവാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും വെള്ളം അടിയാവും. അപ്പം എങ്ങനെയാലും സാധാരണ കിണറുള്ളവരായാലും അഴുക്ക്, ഈ ചെളിയൊക്കെ വലിച്ചെടുത്തിട്ട് ടാങ്കിൽ ചെളി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ടാങ്ക് കുറച്ച് നാൾ കൂടുമ്പോൾ കഴുകണവരൊക്കെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വെച്ചാൽ മതി, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം വെച്ചാൽ മതി, അധികം ചെളിയൊന്നും ഇല്ലാത്തവർക്ക്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ ചെളി ഉണ്ടാവില്ല. ടാങ്ക് എപ്പോഴും ക്ലീൻ ആയിട്ട് എടുക്കും. നമുക്ക് സപ്ലൈയിലായാലും നല്ല വെള്ളം കിട്ടും. അപ്പോൾ ഇത് മോട്ടറിന്റെ പ്രഷറൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ വെക്കുക. അതെ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ഇനി ആർക്കെങ്കിലും ഇത് വെക്കണം എന്നൊക്കെ ഉള്ളവര് ടാങ്കില് എന്താ പറയാ അഴുക്ക് പ്രശ്നങ്ങള്, ആർക്കെങ്കിലും ബാത്റൂമിൽ കറ പിടിക്കുക, കുളിക്കുമ്പോ വെള്ള വസ്ത്രങ്ങള് കഴുകുമ്പോ പ്രശ്നമുള്ളവര്, മുടി ഒട്ടണ പ്രശ്നം, സോപ്പ് പതയുള്ള പ്രശ്നം, വെള്ള സ്കെയിലിങ്, ബാക്ടീരിയ, കുടിക്കാൻ വെള്ളത്തിന് ബുദ്ധിമുട്ട്, എന്തുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. എന്തായാലും വിളിക്കണം. അതന്നെ, വിളിച്ചാൽ മതി. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടാ. അപ്പൊ അന്ന് നീ തന്ന സാധനം പാക്കറ്റ് കലക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യട്ടെ എന്നാ പറഞ്ഞേ. അതിപ്പോ പോയിട്ടുണ്ടാവും. അത് 2 ആഴ്ച കൂടുമ്പോ അത് വീണ്ടും ഒഴിക്കണം. അല്ല, അച്ഛൻ പറഞ്ഞത് എന്തിട്ടാന്ന് വെച്ചാലേ, ഇവിടെ ഇപ്പൊ നമ്മള് അടുക്കളയിൽ, ഇവിടത്തെ അടുക്കളയില് മറ്റേ പ്യൂരിഫയർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി RO UV ഒക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ ചോദിക്കുന്നത് ഇനിയിപ്പൊ അതെന്തിനാ ഈ ഫിൽറ്ററും പിന്നെ മറ്റേ കിണറ്റില് ബാക്ടീരിയ പോകാനുള്ള സാധനം കലക്കി ഒഴിച്ചില്ലേ, ഇനി എന്തിനാണ് അഴുക്ക് പോകാൻ? ഇതുകൊണ്ട് ബാക്ടീരിയ പോകാനുള്ളത് കലക്കി ഒഴിക്കുകയും ചെയ്തു. പിന്നെ കുടിവെള്ളത്തിന് എന്തായാലും കുടിവെള്ളത്തിനുള്ള ഫിൽറ്റർ തന്നെ വേണം. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യും, നേരെ ഇതൊക്കെ വെച്ചിട്ട് ടാപ്പ് തുറക്കുമ്പോൾ വരുന്ന വെള്ളം ഒരു കുപ്പി എടുത്തിട്ട് പിന്നെ കെന്റിന്റെ ഒരു കുപ്പി എടുത്തിട്ട് രണ്ടും കൂടി കൊണ്ടുപോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ രണ്ടും ഒരുപോലത്തെ പ്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കെന്റ്, അതായത് വെള്ളത്തിൽ എപ്പോഴും ബാക്ടീരിയ ചിലപ്പോ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ പിറ്റേ ദിവസം ചിലപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവാം. അത് ഒരു ഭാഗ്യം പോലെ ഇരിക്കും. ബാക്ടീരിയ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ആ ഉറവ് വരുന്നതനുസരിച്ച് അതിൽ വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടാവും. അതിനെ സ്ഥിരമായിട്ട് കളയണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ക്ലോറിൻ അടിച്ചാലേ പോവുള്ളൂ. നമ്മൾ ഒരു പ്രാവശ്യം ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ ക്ലോറിൻ എന്തായാലും വെച്ചിട്ട് കാര്യമില്ല. ശരിക്കും രാത്രി ടൈമിൽ ഒഴിച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ നന്നായിട്ട് ഉറവ് വരുന്നതിനനുസരിച്ച് ഇതില് വെള്ളത്തിൽ ക്ലോറിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നശിക്കും. പക്ഷെ ഗംഭീര മഴ പെയ്തില്ലേ, അപ്പൊ നന്നായി വെള്ളം കൂടി ഉണ്ടാവും ഇപ്പൊ കിണറ്റില്. അപ്പൊ ഇവിടെ അടുത്ത് ഫ്ലാറ്റ് ഒക്കെ ഉള്ളതാ. അപ്പൊ എന്തായാലും ബാക്ടീരിയ എന്തായാലും ഇവിടെ ഉണ്ടാവും.
ഫ്രണ്ടിലൊക്കെ ഫ്ലാറ്റാ. അവിടെ ഫ്ലാറ്റ് എല്ലായിടത്തും ഫ്ലാറ്റ്. ചുറ്റും ഫ്ലാറ്റാ. അത് കാരണമാണ് ഇപ്പൊ ഇത് വെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞങ്ങള് കിണറ്റിന്ന് വെള്ളം കോരി നേരിട്ട് കുടിക്കുന്നത്. അതൊക്കെ പണ്ട കാലത്ത് എന്റെ വീട്ടിലൊക്കെ പറ്റും ഇപ്പോഴും. അല്ല ഇവിടെ ഫ്ലാറ്റ് ഇല്ലാത്തപ്പോഴേ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ അല്ല എന്റെ വീട്ടിൽ വരെ അതിന്റെ അടുത്ത് വീടൊന്നും ഇല്ലാണ്ടായിട്ട് വരെ അതിൽ ബാക്ടീരിയ ഉണ്ട്. ചെക്ക് ചെയ്തപ്പോ pH വളരെ കുറവ്. ഞങ്ങളും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങള് കിണർ ഊത്തിയപ്പോഴേ കുഴൽ കിണർ അടിച്ച സമയത്ത് ചുറ്റുവട്ടത്ത് വീടൊന്നും ഇല്ല. എന്നിട്ട് വരെ അതില് കോളിഫോം ബാക്ടീരിയ കോളി ബാക്ടീരിയ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ നിർത്താണ്. അപ്പൊ ആവശ്യമുള്ളവര് ധനുഷിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അതിൽ വിളിക്കാം കേട്ടാ ആവശ്യമുള്ളവര്.